ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 80-ാം ദിവസം, മോശയുടെ മരണം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായം, 36-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം, 121-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ഇസ്രായേല്യരുടെ അവകാശത്തിൽ നിന്ന് ലേവ്യ ഗോത്രത്തിനുള്ള പട്ടണങ്ങളും സങ്കേത നഗരങ്ങളും കൊടുക്കണമെന്ന് കർത്താവ് മോശയോട് നിർദ്ദേശിക്കുന്നു. നെബോമലയിൽ വെച്ച് കർത്താവ് വാഗ്ദത്ത ദേശം മുഴുവൻ മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. തുടർന്ന് മോശ മരിക്കുന്നു. നൂനിൻ്റെ പുത്രനായ ജോഷുവ മോശയുടെ പിൻഗാമിയാകുന്നു. സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായം. ജെറിക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മോവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് തങ്ങളുടെ വസ്തുവകകളുടെ അവകാശത്തിൽ നിന്ന് ലേവായർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് നീ ആജ്ഞാപിക്കുക. പട്ടണങ്ങളോട് ചേർന്ന് അവയ്ക്ക് ചുറ്റുമായി മേച്ചിൽ സ്ഥലവും നിങ്ങൾ ലേവായർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനുള്ളതായിരിക്കും. അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ മൃഗഗണത്തിനും കാലിസമ്പത്തിനും അവരുടെ എല്ലാ ജന്തുക്കൾക്കും വേണ്ടിയുള്ളതായിരിക്കും. ലേവായർക്ക് നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങൾക്കുള്ള മേച്ചിൽ സ്ഥലങ്ങൾ പട്ടണമതിലിൽ നിന്ന് പുറത്തേക്ക് ചുറ്റും 1000 മുഴം ഉണ്ടായിരിക്കണം. പട്ടണത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്തേക്ക് 2000 മുഴവും, തെക്ക് ഭാഗത്തേക്ക് 2000 മുഴവും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് 2000 മുഴവും, വടക്ക് ഭാഗത്തേക്ക് 2000 മുഴവും നിങ്ങൾ അളക്കണം. ഇങ്ങനെയായിരിക്കും പട്ടണങ്ങളോടനുബന്ധിച്ചുള്ള അവരുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവയുടെ മധ്യത്തിലായിരിക്കും ഓരോ പട്ടണവും. നിങ്ങൾ ലേവായർക്ക് നൽകുന്ന പട്ടണങ്ങളോടൊപ്പം ഘാതകന് പലായനം ചെയ്യാനുള്ള ഇടമായി 6 സങ്കേത നഗരങ്ങൾ കൊടുക്കണം. ഇവയ്ക്ക് പുറമെയാണ് നിങ്ങൾ നൽകുന്ന 42 പട്ടണങ്ങൾ. അങ്ങനെ നിങ്ങൾ ലേവായർക്ക് നൽകേണ്ട ആകെ പട്ടണങ്ങൾ 48 പട്ടണങ്ങളാണ്. അവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. നിങ്ങൾ ഇസ്രായേല്യരുടെ വസ്തുവകയിൽ നിന്ന് പട്ടണങ്ങൾ കൊടുക്കുമ്പോൾ വലിയതിൽ നിന്ന് കൂടുതലെടുക്കണം, ചെറിയതിൽ നിന്ന് കുറച്ചെടുക്കണം. ഓരോന്നും അത് അവകാശമാക്കിയ ഓഹരി അനുസരിച്ചാണ് അതിൻ്റെ പട്ടണങ്ങളിൽ നിന്ന് ലേവായർക്ക് കൊടുക്കേണ്ടത്. സങ്കേത നഗരങ്ങൾ. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിക്കുക, കാനാൻ ദേശം ലക്ഷ്യമാക്കി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ. നിങ്ങൾക്കായി പട്ടണങ്ങൾ പണിയുമ്പോൾ സങ്കേത നഗരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അബദ്ധവശാൽ ആളെ നിഹനിക്കുന്ന കൊലയാളി അവിടേക്ക് പലായനം ചെയ്യട്ടെ. പ്രതികാരിയിൽ നിന്ന് അഭയം തേടേണ്ടതിന് നിങ്ങൾക്ക് നഗരങ്ങളുണ്ടായിരിക്കണം. അങ്ങനെ ന്യായവിധിക്കായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുവരെ കൊലപാതകി മരിക്കാതിരിക്കും. നിങ്ങൾ പട്ടണങ്ങൾ നിശ്ചയിക്കുമ്പോൾ 6 സങ്കേത നഗരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. 3 പട്ടണങ്ങൾ ജോർദാനക്കരെ നിങ്ങൾ നീക്കിവെക്കണം. 3 പട്ടണങ്ങൾ കാനാൻ ദേശത്തും നിങ്ങൾ നീക്കിവെക്കണം. അവയായിരിക്കും സങ്കേത നഗരങ്ങൾ. ഇസ്രായേല്യർക്കും അവരുടെ ഇടയിലുള്ള പ്രവാസിക്കും അതിഥിക്കും ഈ 6 പട്ടണങ്ങൾ അഭയത്തിനുള്ളതായിരിക്കും. മനഃപൂർവ്വമല്ലാതെ ഒരു വ്യക്തിയെ കൊല്ലുന്ന ആർക്കും അവിടേക്ക് പലായനം ചെയ്യാൻ തന്നെ. മരണാർഹമാകുന്ന അതിക്രമങ്ങൾ. ഇരുമ്പായുധം കൊണ്ട് ആരെങ്കിലും ഒരുവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈക്കല്ലുകൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈത്തടി ആയുധം കൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹാരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. രക്തപ്രതികാരിയാണ് ഘാതകനെ വധിക്കേണ്ടത്. കണ്ടുമുട്ടുമ്പോൾ അയാൾ അവനെ കൊല്ലണം.
ഒരാൾ വിദ്വേഷം മൂലം ഒരുവനെ തള്ളിയിട്ടിട്ടോ ദുരുദ്ദേശത്തോടെയോ അവൻ്റെ മേൽ വലിച്ചെറിഞ്ഞിട്ടോ അവൻ മരിച്ചാൽ, അഥവാ വിരോധ നിമിത്തം തൻ്റെ കൈകൊണ്ട് അവനെ പ്രഹരിച്ചിട്ട് അവൻ മരിച്ചാൽ അതിക്രമി തീർച്ചയായും വധിക്കപ്പെടണം. അത് കൊലപാതകമാണ്. രക്തപ്രതികാരി ഘാതകനെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം. ഒരാൾ വിരോധം നിമിത്തമല്ലാതെ പെട്ടെന്ന് ഒരുവനെ തള്ളിയിടുകയോ മനഃപൂർവ്വമല്ലാതെ എന്തെങ്കിലും ഉരുപ്പടി അവൻ്റെ മേൽ വലിച്ചെറിയുകയോ ആണെങ്കിലും മരിക്കത്തക്ക വിധം ഒരുവൻ്റെ മേൽ എന്തെങ്കിലും കല്ല് പതിക്കാനിടയാക്കുകയോ ചെയ്തതുമൂലം അവൻ മരിക്കുന്നുവെന്നിരിക്കട്ടെ. അയാൾ അവൻ്റെ ശത്രുവോ അവനെതിരെ തിന്മ അന്വേഷിക്കുന്നവനോ അല്ലെങ്കിൽ ഘാതകനും രക്തപ്രതികാരിക്കുമിടയിൽ ഈ ന്യായപ്രമാണങ്ങളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം. സമൂഹം ഘാതകനെ രക്തപ്രതികാരിയുടെ കയ്യിൽ നിന്നും വിമോചിപ്പിക്കണം. അവൻ പലായനം ചെയ്ത് എത്തിയിരുന്ന അവൻ്റെ സങ്കേത നഗരത്തിലേക്ക് തന്നെ സമൂഹം അവനെ തിരിച്ചു വിടണം. വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്ത മഹാപുരോഹിതൻ്റെ മരണം വരെ അവൻ അതിൽ തന്നെ താമസിക്കണം. എന്നാൽ കൊലപാതകി താൻ പലായനം ചെയ്തെത്തിയ സങ്കേത നഗരത്തിൻ്റെ അതിർത്തി വിട്ട് പുറപ്പെടാൻ മുതിരുകയും രക്തപ്രതികാരി ഘാതകനെ സങ്കേത നഗരത്തിൻ്റെ അതിർത്തിക്കു പുറത്തുവെച്ച് കണ്ടെത്തി വധിക്കുകയും ചെയ്താൽ രക്തപ്രതികാരിക്ക് രക്തപാതകം ഉണ്ടായിരിക്കുകയില്ല. കാരണം മഹാപുരോഹിതൻ്റെ മരണം വരെ അവൻ തൻ്റെ സങ്കേത നഗരത്തിൽ തന്നെ വസിക്കേണ്ടിയിരുന്നു. മഹാപുരോഹിതൻ്റെ മരണശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് ഘാതകന് തിരിച്ചു പോകാം. ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും. ജീവഹാനി വരുത്തുന്ന ഏത് കൊലപാതകിയെയും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് വധിക്കേണ്ടത്. മരണശിക്ഷയ്ക്ക് ഒരു വ്യക്തിക്കെതിരെ ഒരു സാക്ഷി മാത്രം മൊഴി നൽകിയാൽ പോരാ. മരണാർഹമാം വിധം ദുഷ്ടനായ കൊലപാതകിയുടെ ജീവനു വേണ്ടി നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. എന്തെന്നാൽ അവൻ വധിക്കപ്പെടുക തന്നെ വേണം. അവൻ തൻ്റെ സങ്കേത നഗരത്തിൽ നിന്ന് പലായനം ചെയ്യാൻ നാട്ടിൽ തിരിച്ചെത്തുന്നതിനായി പുരോഹിതൻ്റെ മരണം വരെ താമസിക്കാൻ നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങൾ ദുഷിപ്പിക്കരുത്. തീർച്ചയായും രക്തം തന്നെയാണ് ദേശത്തെ ദുഷിപ്പിക്കുന്നത്. ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിനായി അത് ചൊരിഞ്ഞവൻ്റെ രക്തം കൊണ്ടല്ലാതെ ദേശത്തിനു വേണ്ടി പരിഹാരം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ അധിവസിക്കുന്ന ദേശം മലിനമാക്കരുത്, കാരണം ഞാൻ അതിൻ്റെ മധ്യേ വസിക്കുന്നു. തീർച്ചയായും കർത്താവായ ഞാൻ ഇസ്രായേല്യരുടെ മധ്യേ വസിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 36-ാം അധ്യായം. അവകാശിനെ വിവാഹം ചെയ്താൽ. ജോസഫ്യരുടെ കുടുംബങ്ങളിൽ നിന്ന് മനാസയുടെ മകനായ മാഗീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ മക്കളുടെ പിതൃകുടുംബത്തലവന്മാർ അടുത്തുവന്ന് മോശയുടെ മുമ്പാകെയും ഇസ്രായേലിലെ പിതൃതലവന്മാരായ നേതാക്കളുടെ മുമ്പാകെയും ഉണർത്തിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേല്യർക്ക് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ എൻ്റെ യജമാനനെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുക്കാനും എൻ്റെ യജമാനൻ കർത്താവാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നാൽ അവർ ഇസ്രായേല്യരിലെ ഗോത്രക്കാരിൽ നിന്ന് ആർക്കെങ്കിലും ഭാര്യമാരായി തീർന്നാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് അവർ സ്വന്തമായി തീരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർക്കപ്പെടും. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശക്കുറിയിൽ നിന്ന് വിട്ടുപോകും. ഇസ്രായേല്യർക്ക് ജൂബിലി ആകുമ്പോൾ അവർ ആർക്ക് സ്വന്തമായി തീർന്നിരുന്നുവോ ആ ഗോത്രത്തിൻ്റെ അവകാശത്തോട് അവരുടെ ഓഹരി ചേർക്കപ്പെടുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അവരുടെ ഓഹരി വിട്ടുപോവുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കനുസരിച്ച് മോശ ഇസ്രായേലിലെ ഇപ്രകാരം അനുശാസിച്ചു. ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറയുന്നത് ശരി തന്നെ. കർത്താവ് സെലോഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം ഇതാണ്: തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് അവർ ഭാര്യമാരായിക്കൊള്ളട്ടെ. എന്നാൽ തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമേ അവർ ഭാര്യമാരാകാവൂ. ഇസ്രായേല്യരുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത്. ഇസ്രായേല്യർ ഓരോ വ്യക്തിയും അവനവൻ്റെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്ന് നിൽക്കണം. ഇസ്രായേല്യ ഗോത്രങ്ങളിൽ നിന്ന് അവകാശമാർജിക്കുന്ന ഓരോ പുത്രിയും തൻ്റെ പിതൃഗോത്ര കുടുംബങ്ങളിൽ നിന്നുള്ള ഒരാളുടെ ഭാര്യയാവണം. അങ്ങനെ ഇസ്രായേല്യർ ഓരോരുത്തരും തൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തണം. അപ്പോൾ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. കാരണം ഇസ്രായേല്യരുടെ ഗോത്രങ്ങൾ ഓരോന്നും സ്വന്തം അവകാശത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ തന്നെ സെലോഫഹാദിൻ്റെ പുത്രിമാർ ചെയ്തു. സെലോഫഹാദിൻ്റെ പുത്രിമാരായ മഹ്ല, തിർസ, ഹോഗ്ല,
മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ പിതൃ സഹോദര പുത്രന്മാർക്ക് ഭാര്യമാരായി. ജോസഫിൻ്റെ മകനായ മനാസയുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പുത്രന്മാർക്ക് അവർ ഭാര്യമാരായി തീർന്നു. അങ്ങനെ അവരുടെ ഓഹരി പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ നിൽക്കാനിടയായി. ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മൊവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേല്യരോട് ആജ്ഞാപിച്ച കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഇവയാണ്. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം. അനന്തരം മോശ മൊവാബ് സമതലത്തിൽ നിന്ന് ജെറീക്കോയുടെ എതിർവശത്തുള്ള പിസ്ഗായുടെ ഉച്ചിയായ നെബോ മലയിലേക്ക് കയറി. കർത്താവ് ദേശം മുഴുവൻ അവനെ കാണിച്ചു. ഗിലെയാദ് മുതൽ ദാൻ വരെയും നഫ്താലി മുഴുവനും എഫ്രായിമിൻ്റെയും മനാസയുടെയും ദേശവും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശം മുഴുവനും നെഗബും സൊവാർ വരെയുള്ള ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീക്കോയുടെ താഴ്വര പ്രവിശ്യയും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതിക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശം ഇതാകുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാനത് കാണാനിടയാക്കിയിരിക്കുന്നു. എന്നാൽ നീ അവിടേക്ക് കടക്കുകയില്ല. കർത്തൃദാസനായ മോശ കർത്താവിൻ്റെ വാക്കനുസരിച്ച് മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാബ് ദേശത്ത് മത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവിടുന്ന് അവനെ സംസ്കരിച്ചു. ഇന്നുവരെ അവൻ്റെ ശവകുടീരം ഒരാൾക്കും അറിഞ്ഞുകൂടാ. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങുകയോ ഉന്മേഷം മായുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേല്യർ 30 ദിവസം മൊവാബ് സമതലത്തിൽ മോശയെ പ്രതി കരഞ്ഞു. മോശയെ പ്രതിയുള്ള വിലാപക്കണ്ണീരിൻ്റെ ദിനങ്ങൾ അവർ പൂർത്തിയാക്കി. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ചൈതന്യത്താൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈവെപ്പ് നടത്തിയിരുന്നു. ഇസ്രായേല്യർ അവനെ അനുസരിക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാമുഖം അറിഞ്ഞ മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നീട് ഉയർന്നു വന്നിട്ടില്ല. കർത്താവ് മോശയെ അയച്ചത് ഈജിപ്ത് ദേശത്ത് ഫറവോയ്ക്കും അവൻ്റെ എല്ലാ ദാസന്മാർക്കും രാജ്യം മുഴുവനുമെതിരെ എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാനും ഇസ്രായേല്യരെല്ലാവരും കാണുകെ ഓരോ ശക്തി പ്രവൃത്തിയും മഹത്വം ഭീതിതവുമായ ഓരോ കൃത്യവും പ്രകടമാക്കാനും വേണ്ടിയായിരുന്നു. സങ്കീർത്തനം 121. മയങ്ങാത്ത കാവൽക്കാരൻ. ആരോഹണങ്ങൾക്കുള്ള ഗീതം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എൻ്റെ സങ്കേതം എവിടെ നിന്ന് വരും? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം. നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് അനുവദിക്കാതിരിക്കട്ടെ. നിൻ്റെ കാവൽക്കാരൻ മയങ്ങാതിരിക്കട്ടെ. ഇതാ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ, അവിടുന്ന് മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിൻ്റെ കാവൽക്കാരൻ കർത്താവാണ്. നിൻ്റെ തണലായ കർത്താവ് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യൻ നിന്നെ ഉപദ്രവിക്കുകയില്ല, രാത്രിയിൽ ചന്ദ്രനും. സകല തിന്മയിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ കാത്തുകൊള്ളും. കർത്താവ് ഇപ്പോൾ മുതൽ എന്നേക്കും നിൻ്റെ പുറപ്പാടും പ്രവേശവും കാത്തുകൊള്ളും.